ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ഹാപ്പി ബീറ്റ്സ് TV. എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. ഒരിക്കൽ കൂടി നമുക്കൊരു അടിപൊളി വീഡിയോയിലേക്ക് കിടക്കാം. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 100% നാച്ചുറൽ പ്രൊഡക്ട്സ് മാത്രം ഉപയോഗിച്ചിട്ടുള്ള ഒരു ഫേഷ്യലാണ്. എന്നോട് ഒരുപാട് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണിത്. അപ്പോൾ എന്തായാലും ഞാൻ ഇന്നത് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് തന്നെ സിമ്പിളായിട്ടുള്ള കുറച്ച് സാധനങ്ങൾ മാത്രം മതി. ഏറ്റവും പ്രധാനമായിട്ട് നമ്മളിവിടെ ഉപയോഗിക്കുന്നത് തക്കാളിയാണ്. ഞാനൊരു 3 വലിയ തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. നന്നായിട്ട് നമ്മളൊരു ബ്ലെൻഡറിലോ മിക്സിയിലോ നന്നായിട്ട് അരച്ചെടുക്കുക, നല്ല പേസ്റ്റ് രൂപത്തിലാക്കുക. അപ്പോൾ നമുക്ക് ആദ്യം ചെയ്യേണ്ടത് ക്ലെൻസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് ടൊമാറ്റോ ജ്യൂസും മിൽക്കുമാണ് ഞാനിവിടെ എടുക്കുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. പൾപ്പൊന്ന് അരിച്ചെടുത്തിട്ട് നമുക്കതിൻ്റെ ജ്യൂസ് മാത്രം മാറ്റിയെടുക്കാം. അതിനുശേഷം ആ ജ്യൂസിലേക്ക് നമുക്ക് അല്പം പാല് ചേർക്കാം. നമ്മുടെ ശുദ്ധമായ പാലില്ലേ, കൗ മിൽക്കില്ലേ, അത് നമുക്ക് ചേർത്താൽ മതി. ഒരു വലിയ സ്പൂൺ ഇതിലേക്ക് ചേർത്തിട്ട് ഒരു വലിയ സ്പൂൺ ടൊമാറ്റോ ജ്യൂസും ഒരു വലിയ സ്പൂൺ മിൽക്കും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതാണ് നമ്മൾ ക്ലെൻസ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. അതിനുശേഷം നമുക്ക് നന്നായിട്ട് ഫേസ് ക്ലെൻസ് ചെയ്യാം. ഒരു കോട്ടനോ അല്ലെങ്കിൽ ഒരു ടിഷ്യൂ എന്തെങ്കിലും എടുത്തിട്ട് നമുക്ക് അതിൽ മുക്കിയിട്ട് നമുക്ക് നന്നായിട്ടിത് ഫേസിൽ ആദ്യം തേച്ച് പിടിപ്പിക്കാം. അതിനുശേഷം നമ്മൾ ഫുള്ള് മേക്കപ്പോ അല്ലെങ്കിൽ ഡസ്റ്റോ അതോ അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഡേർട്ടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതങ്ങ് പൊയ്ക്കോളും. നന്നായിട്ട് നമ്മൾ ഫേസിൽ മൊത്തം അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ വൈപ്പ് ചെയ്യാം. അപ്പോൾ നന്നായിട്ട് നമ്മുടെ ഫേസിൽ അഴുക്കൊക്കെ പോയി നല്ല ക്ലീൻ ആവും. അതിന് ശേഷം നമുക്കൊന്ന് സ്റ്റീം ചെയ്ത് കൊടുക്കാം. ഒരു 2-3 മിനിറ്റ്സ് സ്റ്റീം ചെയ്താൽ മതി. അതിന് ശേഷം നമുക്ക് സ്ക്രബ് ചെയ്ത് കൊടുക്കാം. സ്ക്രബ് ചെയ്യാൻ വേണ്ടിയിട്ട് റൈസ് ഫ്ലോറും ഷുഗറും മിൽക്ക് പൗഡറും ആണ് എടുക്കുന്നത്. ഇപ്പോൾ കൂടുതൽ എണ്ണമയുള്ള പ്രകൃതമുള്ളവരാണെന്നുണ്ടെങ്കിൽ കേർഡ് എടുക്കുക കേട്ടോ. നമ്മൾ മിൽക്ക് പൗഡറിന് അല്ലെങ്കിൽ മിൽക്കിനൊക്കെ പകരമായിട്ട് നമുക്ക് തൈര് എടുത്താൽ മതി. അതിലേക്ക് പാൽപ്പൊടിയും പഞ്ചസാരയും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് തക്കാളിയുടെ പൾപ്പാണ് ചേർത്തിരിക്കുന്നത്. നമ്മൾ ജ്യൂസ് മാത്രമായിട്ടല്ല, തക്കാളിയുടെ പൾപ്പ് തന്നെ ഫുള്ളായിട്ട് നമ്മളിതിലേക്ക് ചേർക്കുക. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതാണ് നമ്മളിവിടെ സ്ക്രബ് ചെയ്യാനായിട്ട് എടുക്കുന്നത്. അപ്പോൾ പഞ്ചസാരയുടെ അരിപ്പൊടിയൊക്കെ ആ ഒരു തരിതരിപ്പുണ്ട്. നമുക്ക് ഈ ഒരു തക്കാളി പകുതി മുറിച്ചിട്ട് ഇതിൽ മുക്കിയതിന് ശേഷം നമുക്ക് നമ്മുടെ ഫേസിൽ ഫുള്ള് അതുകൊണ്ട് തന്നെ സ്ക്രബ് ചെയ്ത് കൊടുക്കാം. ഒരു 5 മിനിറ്റ്സോളം അങ്ങനെ തന്നെ നമ്മൾ ഒരു ഫേസിനും നല്ലൊരു മസാജും ആവും. അപ്പോൾ നന്നായിട്ട് സ്ക്രബും ആവും, നല്ല സ്കിന്ന് നല്ല ഗ്ലോ ആവും. നന്നായിട്ട് ഫേസും നമ്മളുടെ നെറ്റിയും കഴുത്തും എല്ലാം നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കുക. നമുക്കത് ഫീറ്റിലൊക്കെ ഇങ്ങനെ തന്നെ യൂസ് ചെയ്യാം കേട്ടോ, നല്ലതാണ്. ഫീറ്റിലും കയ്യിലൊക്കെ നല്ലതാണ് ഇങ്ങനെ ചെയ്യുന്നത്. അതിന് ശേഷം നമുക്ക് തുടച്ചെടുക്കാം. അതല്ലെങ്കിൽ ജസ്റ്റ് വാഷ് ചെയ്താലും മതി കേട്ടോ, എങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. ഞാനിവിടെ ജസ്റ്റ് തുടച്ചെടുക്കണം മാത്രമേ ഉള്ളൂ. ഇനി നമുക്ക് നെക്സ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫേസിലൊരു മസാജ് കൊടുക്കാം. മസാജിന് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ എടുക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബേസൻ പൗഡറാണ്. പിന്നെ നമ്മൾ ഹണിയും ടൊമാറ്റോ ജ്യൂസുമാണ് എടുത്തിരിക്കുന്നത്. ഇത് ഓരോ സ്പൂൺ വെച്ച് എടുത്താൽ മതി. ഹണിയും ഒരു വലിയ സ്പൂൺ ഇതിലേക്ക് ചേർക്കുക. അതിനുശേഷം നമ്മൾക്ക് സ്ക്രബ്, ഇത് ഒരു വെള്ളം പോലെ ആവണ്ട, ജസ്റ്റ് ഒരു പേസ്റ്റ് പോലെ ആയി കിട്ടിയാൽ മതി. നമുക്കത് ഫേസിൽ മുഴുവൻ അപ്ലൈ ചെയ്യാം. അതിനുശേഷം നമുക്ക് മസാജ് ചെയ്ത് കൊടുക്കാം. റൗണ്ടിൽ മസാജ് എടുക്കുക. ഒരുപാട് ബലത്തിലല്ല, എന്നാൽ ഒരു അല്പം പ്രഷർ കിട്ടുന്ന രീതിയിൽ നമ്മൾ മസാജ് എടുക്കുക. ഈ ഒരു നമ്മളുണ്ടാക്കിയ ഇത് മസാജ് ക്രീം നമ്മളൊരു അല്പം നേരം ഒരു 5 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല നമുക്കൊരു ഫ്രഷ് ഫീൽ കിട്ടും. എന്തായാലും ചെയ്തിട്ട് നമ്മൾ ഇറങ്ങുകയാണെങ്കിൽ തന്നെ ഒരു ബ്യൂട്ടി പാർലറിൽ നമ്മൾ ഫേഷ്യൽ ചെയ്തൊരു എഫക്റ്റ് തന്നെ ഉണ്ടാവും. നന്നായിട്ട് കൈകൊണ്ട് തന്നെ മസാജ് ചെയ്ത് കൊടുക്കുക. കണ്ണുകൾക്ക് ചുറ്റിലും നെറ്റിയിലും കഴുത്തിലും ഒക്കെ നമ്മൾ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. ചെയ്യുന്ന സമയത്ത് നമ്മളിതൊരു ക്രീം പോലെയല്ലേ ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് നമ്മൾ ഓടി കിട്ടാനായിട്ട് നമ്മൾ മസാജ് ചെയ്യേണ്ട സമയത്ത് നമ്മൾ കൈ ഓടിയില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ശരിക്കും മസാജ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മളിതിന് തക്കാളിയുടെ ജ്യൂസില്ലേ, നമ്മൾ അത് തന്നെ എടുത്ത് ഇടയ്ക്കിടയ്ക്ക് എടുത്തിട്ട് നനച്ച് കൊടുത്തിട്ട് നമ്മൾ മസാജ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നന്നായിട്ട് നമ്മുടെ കൈയും ഓടും നന്നായിട്ട് നമുക്ക് മസാജ് ചെയ്യാനും പറ്റും. നമുക്ക് ഇപ്പോൾ ഫേസ് മസാജറൊക്കെ ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അത് ഉപയോഗിച്ചിട്ട് പെട്ടെന്ന് തന്നെ മസാജ് ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ തന്നെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി. ഇത് നമുക്ക് മാസത്തിൽ 1-2 തവണ ചെയ്താൽ മതി. നല്ല ഫേസ് നല്ല ഫ്രഷ് ആവും. നമ്മുടെ വെയിലേറ്റ കരിവാളിപ്പുണ്ട് അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഫ്രഷ് ഫീലിംഗ് ഇല്ല, അതല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഫേഷ്യലൊന്നും ചെയ്യാത്ത ഒരാളാണ്,
അതല്ലെങ്കിൽ നമ്മളിതുപോലെ നമുക്ക് അതിനൊന്ന് നേരെയിലൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ നമുക്ക് ഒരു ദിവസം ഒന്ന് കുറച്ച് സമയം നമുക്ക് ചിലവിട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാമെന്നുള്ളൊരു മാക്സിമം ഒരു 30 അല്ലെങ്കിൽ 40 മിനിറ്റിക്കുള്ളിൽ എന്തായാലും എടുക്കില്ല. ആ സമയത്തിനുള്ളിൽ നമുക്ക് ചെയ്യാം. മാത്രമല്ല ഇത് ഇൻഗ്രീഡിയൻസ് എല്ലാം നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ തന്നെയല്ലേ, അപ്പോൾ അതുകൊണ്ട് നമുക്ക് വേറെ പ്രോബ്ലം ഒന്നുമില്ല. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാം. ലിപ്സിലും കണ്ണിനടിയിലും ഒക്കെ നമുക്കൊന്ന് മസാജ് എടുക്കാം. കണ്ണിനടിയിലും കൂടുതൽ പ്രഷർ കൊടുക്കാണ്ടിരുന്നാൽ മതി. നന്നായിട്ട് മസാജ് എടുക്കുക. അതിനുശേഷം നമ്മൾ നന്നായിട്ട് തുടയ്ക്കുക. കണ്ടോ, അപ്പോൾ തന്നെ നല്ല ഗ്ലേസിങ് ആയിട്ടുണ്ട്, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. നമുക്ക് ലാസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ഫേഷ്യൽ ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് ഫേസ് പാക്ക് അപ്ലൈ ചെയ്യാം. അതിനോട് ഞാനിവിടെ എടുക്കുന്ന ഓട്സിൻ്റെ പൗഡറാണ്. ഓട്സ് എടുത്തിട്ട് നമ്മൾ മിക്സിയിൽ പൊടിച്ചെടുത്താൽ മതി. പിന്നെ റെഡ് സാൻഡൽ പൗഡറാണ് 1 സ്പൂൺ. നമ്മുടെ മുഖത്തെ കറുത്ത പാടൊക്കെ മാറാനായിട്ട് സഹായിക്കുന്നതാണ്. അതുപോലെ നമ്മളുടെ ടൊമാറ്റോയുടെ പൾപ്പ് ഡയറക്റ്റ് തന്നെ യൂസ് ചെയ്യണത്. ഇത്രയും സാധനമാണ് ഇവിടെ ചേർത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു എക്സ്ട്രാ നമുക്കൊരു ബ്ലീച്ച് ചെയ്ത എഫക്റ്റ് കിട്ടും. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു ലെമൺ എടുത്തിട്ട് അതിൻ്റെ പകുതി ഇതിലേക്ക് മിക്സ് ചെയ്യാം. കൂടുതൽ ഒരുപാട് ഡ്രൈ ആണ് നമ്മുടെ സ്കിന്നെന്നുണ്ടെങ്കിൽ അതിൽ ലെമൺ ചേർക്കുകയാണെങ്കിൽ ഹണിയും കൂടെ ഒരു സ്പൂൺ ഹണിയും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കുക. നോർമലും അല്ല ഓയിലി സ്കിൻ ആണെന്നുണ്ടെങ്കിൽ ലെമൺ മാത്രം അപ്ലൈ ചെയ്ത് ചേർത്ത് കൊടുത്താൽ മതി. അതിനുശേഷം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കത് നമ്മളുടെ സ്കിന്നിൽ അപ്ലൈ ചെയ്യാം. നന്നായിട്ട് നമ്മുടെ ഫേസ് മുഖത്ത് ഒരല്പം കട്ടിയിൽ തന്നെ തേച്ച് കൊടുക്കുക. അത് കണ്ണ് താഴെ ഇടാം, പക്ഷേ ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും ഡ്രൈ ആവുന്നതിന് മുമ്പ് തന്നെ വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി. ഫേസ് ഫുൾ അപ്ലൈ ചെയ്യുക. അതുപോലെ നമ്മളുടെ ചെവിയിൽ അപ്ലൈ ചെയ്യുക. അതുപോലെ കഴുത്തിലും നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. വെയിലേറ്റ കറുത്ത കരിവാളിപ്പും അല്ലാണ്ട് നമ്മുടെ സ്കിന്നിലുള്ളതൊക്കെ മാറും. ഇപ്പോൾ 20 മിനിറ്റ് നമുക്കിതുപോലെ വെച്ചുകൊണ്ടിരിക്കാം. നമ്മളധികം സംസാരിക്കുകയൊന്നും ചെയ്യരുത് കേട്ടോ, അത് വെച്ചതിന് ശേഷം. അതിന് ശേഷം 20 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും നമുക്ക് വാഷ് ചെയ്ത് കളയാം. ഇപ്പോൾ കണ്ടോ, നന്നായിട്ട് ഡ്രൈ ആയി. ഞാൻ കണ്ണ് താഴെ 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും ഓൾറെഡി വാഷ് ചെയ്ത് കളഞ്ഞു, വൈപ്പ് ചെയ്തെടുത്തു. ഇനിയിപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് 20 മിനിറ്റ് വെച്ചതിന് ശേഷമുള്ളതാണ്. ഇപ്പോൾ കണ്ടോ, പൊളിഞ്ഞു വരുന്ന രീതിയിലായിട്ടുണ്ട്. നമുക്കിനി ഇത് വാഷ് ചെയ്യാം. ജസ്റ്റ് ആദ്യം നമ്മളൊന്ന് ഒപ്പി കൊടുത്തതിന് ശേഷം വാഷ് ചെയ്യുന്ന ഏറ്റവും നല്ലത്. അതിന് ശേഷം നമുക്കൊരു അലോവേര ജെല്ല് സ്കിന്നിൽ അപ്ലൈ ചെയ്യാം. അപ്പോൾ നമ്മളുടെ സ്കിന്നിൽ അലോവേര ജെല്ല് ഫുള്ള് ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കതിൻ്റെ റിസൾട്ട് എന്താണെന്ന് നോക്കാം. നല്ല ഫ്രഷ് ആയിട്ടുള്ള സ്കിൻ ഉണ്ടാവും, നല്ലൊരു ഫേഷ്യൽ ചെയ്ത എഫക്റ്റ് ഉണ്ടാവും. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ അറിയിക്കാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരും അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടാത്തവർ വേഗം ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്തപ്പോഴേക്കും ഇറ്റ്സ് മീ തനു സൈനിങ് ഓഫ്. ടേക്ക് കെയർ, ബൈ.